ദ്രുതഗതിയിൽ മുന്നേറുന്ന കേരളത്തിലെ വിവര സാങ്കേതിക മേഖലയും അനുബന്ധ വികസനവും തിരുവനന്തപുരത്ത് സാങ്കേതിക തികവിന്റെയും വൻകിട തൊഴിൽ സാധ്യതയുടെയും പുതിയ മാനങ്ങൾ സൃഷ്ടിക്കുകയാണ്. ടെക്നോ പാർക്കിന്റെ മൂന്നാം ഘട്ട വികസനം 2014 പൂർത്തിയാക്കി. ഇന്ത്യയിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഏറ്റവും വലിയ പാർക്കായി തിരുവനന്തപുരം IT പാർക്ക് മാറുന്നു. അന്താരാഷ്ട്ര രംഗത്തെ ശ്രീ തരൂരിന്റെ പരിചയം ലോകത്തിലെ രണ്ടാമത്തെ IT കമ്പനിയായ ഒറാക്കിളിനെ ടെക്നോ പാർക്കിൽ എത്തിക്കാൻ സാധിച്ചു. ഇത് വൻകിട കമ്പനികളുടെ വരവിന് ചാലകശക്തിയായി തീരും. എൻ്റെ വേറൊരു വ്യക്തി ബന്ധം വെച്ചിട്ടാണ് എക്സെൻഷ്യൂർ എന്ന് പറഞ്ഞൊരു അന്താരാഷ്ട്രീയ കമ്പനിയുടെ ബ്രാഞ്ച് ഓഫീസ് തിരുവനന്തപുരത്ത് തുടങ്ങാൻ തീരുമാനിച്ചത്. ഒരു മൂന്നാമത്തെ ഉദാഹരണം ഏൺസ്റ്റ് & യങ് എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് തിരുവനന്തപുരം വിട്ടിട്ട് വേറെ നഗരത്ത് മാറാനൊരു ആവശ്യമായിരുന്നു. ഞാനും ആ കാലത്ത് പ്രതിപക്ഷ നേതാവ്, ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരുമിച്ച് പോയിട്ട് അവരെ കണ്ടു. അവരൊപ്പം ഡിന്നർ കഴിച്ചു. പറഞ്ഞു ഇതൊക്കെയാണ് ഈ സ്ഥലത്തിൻ്റെ അഡ്വാൻറ്റേജ്, സ്ഥലം വിടരുതെന്ന്. അങ്ങനെയാണ് അവർ തിരുവനന്തപുരത്ത് ഏൺസ്റ്റ് & യങ് കണ്ടിന്യൂ ചെയ്തു. മാത്രമല്ല എക്സ്പാൻഡ് ചെയ്തിട്ട് പുതിയ ബിൽഡിങ്ങുകളും എടുത്തത്. അപ്പോൾ ഏൺസ്റ്റ് & യങ്, ഓറക്കിൾ, എക്സെൻഷ്യൂർ ഒക്കെ നമ്മളുടെ തിരുവനന്തപുരത്തിനെ ഒരു അന്താരാഷ്ട്രീയ IT സെൻറ്ററാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ കാണുന്നത്. ടെക്നോ പാർക്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് MP അതീവ ജാഗ്രത പുലർത്തുകയും ജീവനക്കാർക്കായി കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ പുതിയതായി 7 ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുകയും പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം ആരംഭിക്കുകയും ചെയ്തു.